കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. ആ സംഭവത്തിൽ പ്രതികളെ പറ്റി പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ ഗുണ്ടാ കുടിപ്പക തന്നെയാണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. അതിനൊപ്പം അനീർ എന്ന ഒരാൾക്ക് വെട്ടേൽക്കുകയും ചെയ്തിരുന്നു വവ്വക്കാവിൽ. അപ്പൊ വവ്വക്കാവിൽ അനീറിന്റെ വീട്ടിൽ നിന്ന് അതിന് അടുത്ത് നിന്ന് ആ വെട്ടേറ്റ സ്ഥലത്ത് നിന്നാണ് അരുൺ രാജ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുണ്, ഇത് രണ്ടും ഒരേ സംഘം തന്നെയാണ് എന്ന് കരുതാം. ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഉള്ള ഏറ്റുമുട്ടൽ എന്ന നിലയിൽ തന്നെയാണ് ഇതിനെ പോലീസ് കരുതുന്നത്. പ്രതികളെ പറ്റി പോലീസിന് ലഭിച്ച നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ രാജ്? വിജയകുമാർ, ഗുണ്ടാ കുടിപ്പക തന്നെയാണ് ഈ കൊലപാതകത്തിലും അതുപോലെ തന്നെ ഈ വവ്വാക്കവിൽ നടന്ന വെട്ടിലും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിച്ചു തന്നെ പറയുന്നത്. ഗുണ്ടാ സംഘങ്ങളെ സംബന്ധിച്ച കൃത്യമായ വിവരം ഇപ്പോൾ പോലീസിന്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വൈനകം സംഘം എന്നറിയപ്പെടുന്ന കരുനാഗപ്പള്ളി പോലീസിന്റെ എക്കാലത്തെയും വലിയ തലവേദനയായ സംഘമുണ്ട്. അലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. ഈ സംഘം തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നുള്ളതാണ് നിലവിൽ പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം. അത് ചില സാഹചര്യങ്ങൾ കൂടി പോലീസ് പറയുന്നുണ്ട്. കൂടം കൊണ്ട് ഈ എതിരാളികളെ ആക്രമിച്ച് ആക്രമിക്കുക എന്ന രീതി അലുവ അതുൽ പിന്തുടരുന്ന ഒരു സ്വഭാവമാണ്. അത്തരം സ്വഭാവത്തിന് നേരത്തെ തന്നെ പലതവണ ഈ ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ ഈ അലുവ അതുൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അലുവ അതുലിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ ഈ അനീറിന് വെട്ടേറ്റ സ്ഥലം വവ്വാക്കാവ് ജംഗ്ഷനാണ്. വവ്വാക്കാവിൽ നിന്ന് വയനകം പോകുന്ന റോഡാണ്. ഇവിടെ ഈ സമീപത്ത് ഈ സമയത്ത് കട തുറന്നു വെച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നാണ് അനീർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ചേട്ടാ, എന്തായിരുന്നു ആ സമയത്തുണ്ടായത്? ഇവിടെ വന്ന് പാഴ്സൽ ചോദിച്ച് പാഴ്സൽ എടുത്ത് കൊടുത്ത് അനീർ എന്നിട്ട് അനീറും വേറെ അവന്റെ കൂടെ വന്ന രണ്ടുപേരും കൂടെ ബൈക്കിൽ പോയിരുന്നു. അവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ കാർ വന്ന് നിന്നതും രണ്ടുപേരിറങ്ങി പിന്നെ വെട്ടുന്നതും എല്ലാം. എന്നിട്ട് അവര് അതേപോലെ തന്നെ പോയി കാറിനകത്ത് കയറി പോവുകയും ചെയ്തു. അത് തിരിച്ചറിയാൻ ഒക്കത്തില്ല ആ രീതിയിലെ ഡ്രസ്സ്. എന്ത് ഡ്രസ്സ് ധരിച്ചിരുന്നത്? അവര് പിന്നെ ക്യാപ്പ് വെച്ചിട്ടുണ്ട്, അതിനൊന്നും തുണിയിട്ട് മറച്ചിട്ടുണ്ട്, പിന്നെ മാസ്ക് ഇട്ടപ്പുണ്ട്. അതുകൊണ്ട് ആളിനെ അറിയാൻ ഒക്കത്തില്ല. പോലീസിനെ സംബന്ധിച്ച് നിർണായക വിവരമാണ് ഇദ്ദേഹം നൽകിയത്. കാരണം വെള്ള ഇനോവ ആ വാഹനത്തിലാണ് ഈ കരുനാഗപ്പള്ളി ഈ ഭാഗത്ത് ഈ ദേശീയപാതയിൽ നിന്ന് വയനകം ഭാഗത്തേക്ക് വാഹനം തിരിയുന്നത്. ഇവിടെ നിന്നാണ്, ഇവിടെ സമീപത്ത് തന്നെയാണ് ഈ അനീറും സുഹൃത്തുക്കളും അടക്കം കച്ചവടം നടത്തിയതിനു ശേഷം ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുകയായിരുന്നു. ഇതിന് സമീപത്തെ കടയിൽ നിന്ന് കാര്യം പറഞ്ഞ ശേഷം ഈ ബൈക്കിൽ വന്നിരുന്ന് കാര്യം പറയുന്നതിനിടയിലാണ് ഈ സംഘം, ഈ കൊലപാതക സംഘം ഇവിടേക്ക് എത്തുകയും ഈ അനീറിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അനീറുമായി ഈ സംഘത്തിന് നേരത്തെ തന്നെ കുടിപ്പകയുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ചില കേസുകളും ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് ഈ ഗുണ്ടാ കുടിപ്പക തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നുകൂടി അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്.